ശ്യാം ദേവരാജ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്യാം, ശിക്ഷയിൽ വാദം എന്നാണ് എന്നിനി അറിയണം അല്ലേ? ഇരട്ടക്കൊലപാതക കേസിലെ ഏറ്റവും നിർണായകമായ വിധിയാണ് പാലക്കാട് സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ കൊലപാതക കേസിലാണ് പ്രതി ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിക്ഷാവിധിയിന്മേൽ എന്ത് ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ പിന്നീടായിരിക്കും കോടതി തീരുമാനമെടുക്കുക. പക്ഷേ കോടതി ഈ ശിക്ഷ പ്രഖ്യാപിച്ചതിന് ശേഷം ചെന്താമരയോട് ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ്. തന്നെ തൂക്കിക്കൊന്നോളൂ എന്ന കാര്യമാണ് ചെന്താമര കോടതിയിൽ മറുപടിയായി പറയുകയും ചെയ്യുന്നത്. ചെന്താമരയ്ക്കെതിരെ കടുത്ത നിരീക്ഷണങ്ങളാണ് കോടതി നടത്തുകയും ചെയ്യുന്നത്. സുധാകരനെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തി എന്ന കാര്യം തെളിഞ്ഞു എന്ന കാര്യം ഈ വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തുറന്ന കോടതിയിൽ പറഞ്ഞ കാര്യം ഇക്കാര്യമാണ്. മാത്രമല്ല ഈ വധശിക്ഷ വരെ ലഭിക്കാവുന്ന തെറ്റാണ് കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിലായിരുന്നു കോടതി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ, തൂക്കിക്കൊന്നോളൂ എന്ന് ചെന്താമര മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ട അതിക്രൂരമായ ഒരു കൊലപാതകം, ആ കൊലപാതക കേസിലാണ് ഈ രീതിയിൽ ഒരു വിധി, സുപ്രധാനമായ വിധിന്യായം പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. ഇത് ആ രണ്ട് കുട്ടികൾ, അതായത് ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും അടക്കം 3 പേർ കൊല്ലപ്പെട്ട കുടുംബത്തിലെ 2 പെൺകുട്ടികൾ പറയുന്നത് ഇയാൾക്ക് വധശിക്ഷ തന്നെ നൽകണം, വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുത് എന്ന കാര്യമാണ്. അങ്ങനെ അക്കാര്യം കോടതി നിയമത്തിന്റെ ഒരു ഇളവ് ചെന്താമരയ്ക്ക് ഇനിയും കിട്ടുകയാണെങ്കിൽ ആ പെൺകുട്ടികളോട് എന്ത് മറുപടി പറയും എന്നതും ഒരു ചോദ്യമാണ് ശ്യാം. അതൊരു വലിയ ചോദ്യമാണ് മധു. കാരണം ആ 2 പെൺകുട്ടികളുടെ കൂടി സുരക്ഷ വലിയൊരു പ്രശ്നമാണത്. സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഭരണകൂടത്തിന്റെയും ഒക്കെ ബാധ്യതയാണെങ്കിൽ അവരുടെ കാര്യമാണ്. കാരണം ഈ ചെന്താമര ഏതെങ്കിലും രീതിയിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്താൽ അത് ഈ 2 പെൺകുട്ടികളുടെ കൂടി കാര്യത്തിൽ അത് വലിയ ഭീഷണി ഉണ്ടാകും. കാരണം അത്രമേൽ വലിയ ക്രൂരകൃത്യമാണ്, കൊടും ക്രൂരകൃത്യമാണ് ചെന്താമര ചെയ്തത്. 3 പേരെയാണ്, ഒരു കുടുംബത്തിലെ 3 പേരെയാണ് 2 തവണയായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആദ്യത്തെ കൊലപാതകം നടന്ന് അതിന്മേൽ ജാമ്യം തേടി പുറത്തേക്ക് വരുമ്പോഴാണ് ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് 2 പേരെ, ഒരു കുടുംബത്തിലെ തന്നെ 2 പേരെ കൂടി കൊലപ്പെടുത്തുന്നത്. ഒരു നാടാകെ ഞെട്ടിയ കൊലപാതകമാണ്. അത്തരമൊരു കൊലപാതകത്തിലാണ് പോലീസ് അന്വേഷിച്ച് 57 ദിവസത്തിനകം കുറ്റപത്രം നൽകുന്ന ഏതാണ്ട് 130-ലധികം സാക്ഷികളെ വിസ്തരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായ സുധീഷ് അടക്കം ഇക്കാര്യത്തിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു, സാക്ഷി വിസ്താരത്തിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. 2025 ജനുവരി മാസം 27-നായിരുന്നു ഈ കൊലപാതകം. 2025 മാർച്ച് മാസം ഏതാണ്ട് 57 ദിവസങ്ങൾ കഴിയുമ്പോൾ മാർച്ച് 25-ന് അവർ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകുകയും ചെയ്തു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇത്രയും നാൾ ഏതാണ്ട് 1 വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ നൽകണം, അതായത് കൊലപാതക കുറ്റമാണ്, കൊലപാതക കുറ്റം അനുസരിച്ച് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റവുമാണ്. അങ്ങനെ വധശിക്ഷ നൽകുമോ എന്ന കാര്യത്തിലാണ് ഇനി നമ്മൾ അറിയേണ്ടത്. അതിന് വിശദമായ വാദം കോടതി കേൾക്കും. വിശദമായ വാദം കേട്ടതിന് ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീരുമാനവും എടുക്കുക. വധശിക്ഷ തന്നെ നൽകുമോ? അതായത് ആ കുടുംബത്തിലെ അനാഥരായി പോയ 2 പെൺകുട്ടികളുണ്ട്. അവർ പറയുന്നത് അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ്. ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു പരോളെങ്കിലും ലഭിച്ച ഇനി ചെന്താമര പുറത്തേക്ക് വന്നാൽ അത് ആ 2 പെൺകുട്ടികളുടെ കൂടി ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് ജയിലിടിഞ്ഞു വീണാലും ചെന്താമര ജയിലിന് പുറത്തേക്ക് ഇറങ്ങരുത്, അഥവാ വധശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യമാണ് ഈ കുട്ടികൾ ഉന്നയിക്കുന്നത്. ആ ആവശ്യമാണ് 2025 ജനുവരി 27-ൽ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് 2019-ൽ നടന്ന സജിത കേസിൽ ഇയാൾക്ക് ശിക്ഷ വിധിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. 2025 ഒക്ടോബർ 14-നാണ് സജിത കൊലക്കേസിൽ ഇയാൾക്ക് ശിക്ഷ വിധിക്കുന്നത്. നേരത്തെ തന്നെ ഈ പറയുന്നത് പോലെ ഇയാൾക്ക് ശിക്ഷ വിധിക്കുകയും അയാൾ പുറത്തേക്ക് വരാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം നിയമത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ 2 മനുഷ്യർ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ കൈ ചൂണ്ടപ്പെട്ടത് നിയമത്തിന്റെ ഈ ഇളവുകളിലേക്കാണ്. അങ്ങനെ ഒരു ഇളവ് ലഭിച്ചത് കൊണ്ടാണ് മധു ചെന്താമര പുറത്തേക്ക് വരുന്നത്. അതായത് ഇയാൾ ഇനി ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് കോടതി ഏതോ ഒരു നിമിഷം മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു. ആ ജാമ്യത്തിലിറങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ് സജിതയെ കൊലപ്പെടുത്തിയതുപോലെ ആ കുടുംബത്തിലെ മറ്റ് 2 അംഗങ്ങളെ കൂടി
സുധാകരനെയും ലക്ഷ്മിയെയും കൂടി കൊലപ്പെടുത്തുന്നത്, അത് വെട്ടിക്കൊലപ്പെടുത്തുന്നത്, അതായത് ചോര കണ്ട് മനസ്സ് മരവിപ്പിച്ച ഒരു സമൂഹത്തിലേക്ക് മറ്റ് 2 കൊലപാതകങ്ങൾ കൂടി ചെന്താമര ജയിലിൽ നിന്നിറങ്ങിവന്ന് ചെയ്യുന്നത് നിരന്തരം ആ കുടുംബത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴുമെല്ലാം സ്വന്തം വീടിന്റെ ജനലഴികളിലൂടെ ഈ ചെന്താമര സുധാകരനെയും ലക്ഷ്മിയെയും ഒക്കെ നിരന്തരം വീക്ഷിച്ചിരുന്നു. അങ്ങനെ നിരന്തരമായി ഇങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഒരു ദിവസം കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അത് അതിക്രൂരമായ രീതിയിൽ മനസാക്ഷിയെ ഞെട്ടിച്ച, സമൂഹത്തെ ഞെട്ടിച്ച വലിയ ഒരു കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തുമ്പോഴാണ് ആ കേസിൽ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് തന്നെ പറയാം. കാരണം ചെന്താമര വനമേഖലയിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ ഏതാണ്ട് മണിക്കൂറുകൾക്ക് നീണ്ട തെരച്ചിലിനൊടുവിലാണ് പോലീസും തണ്ടർബോൾട്ടും ചേർന്ന് ചെന്താമരയെ പിടികൂടുന്നത്. അങ്ങനെ പിടികൂടി ജയിലിലേക്ക് അടയ്ക്കുന്നു. സജിത കൊലക്കേസിൽ ഒരുപക്ഷെ മാധു ചോദിച്ചത് തന്നെയാണ്, ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് വിചാരണ നടന്നിരുന്നുവെങ്കിൽ, ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ 2 ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു, 2 പെൺകുട്ടികൾ അനാഥരാകില്ലായിരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ അനാഥരാകപ്പെടുന്നതിന്റെ കാരണം ആദ്യ കൊലപാതക കേസിൽ വളരെ കൃത്യമായി ശിക്ഷാവിധി വിചാരണ പൂർത്തിയാക്കുകയോ ശിക്ഷ പ്രഖ്യാപിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് മറ്റ് 2 കൊലപാതകങ്ങൾ കൂടി അരങ്ങേറുന്നത്. ജനുവരി മാസത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. പിന്നെ ഒക്ടോബറിലാണ് ആദ്യ കൊലപാതക കേസിൽ വിധി വരികയും ചെയ്തത്. കെ സജീഷ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കെ സജീഷ്, 2 പെൺകുട്ടികൾ അവരുടെ കൗമാരകാലത്ത് അവർക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെടുന്നു. അതും ഒരു അസുഖബാധിതമായ മരണമൊന്നുമല്ല, ഒരു ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിന്റെ മുറിവൊന്ന് ഉണങ്ങി വരുന്നതിന് മുൻപാണ് ആകെ ആശ്രയമായിരുന്നു അമ്മയ്ക്ക് പകരം വളർത്തിയ മുത്തശ്ശിയെയും അച്ഛനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ആ നാടിന് മുഴുവൻ ഉണ്ടാക്കുന്ന ഭീതി. ഇനി അടുത്ത ഇര താനാണോ, ജയിൽ ചാടിയോ മറ്റോ ഇയാൾ വരുമോ എന്ന് പേടിച്ചാലോചിച്ച് ഉറങ്ങാൻ പോലും കഴിയാതെ നാട് വിട്ടു പോകേണ്ടി വരുന്ന മനുഷ്യർ. ഇങ്ങനെ ഒരു വലിയ ഭീതി ഉണ്ടാക്കി വെച്ച കൊടും ക്രൂരനാണ് കുറ്റക്കാരനെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരളത്തെ ഇത്രയേറെ സമീപകാലത്ത് ഞെട്ടിച്ച ഒരു കൊലപാതകം ഉണ്ടായിട്ടില്ല. പോത്തുണ്ടിയിൽ നടന്ന ആ ഇരട്ട കൊലപാതകം അത്രമേൽ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് തന്നെ പോലീസിന്റെ അനാസ്ഥ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണമായി ഉയർന്നത്. വലിയ തോതിൽ പ്രശ്നക്കാരനായ ഒരു പ്രതി ജാമ്യത്തിലിറങ്ങിയിട്ട് ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഇയാൾ പോത്തുണ്ടിയിൽ എത്തിയത് പോലീസിനെ തന്നെ അറിയിച്ചിട്ട് പോലീസ് ഇയാളെ പിടികൂടാനോ ഇയാളെ താക്കീത് ചെയ്യാനോ ഒന്നും തയ്യാറായില്ല എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നത്. അല്ലെങ്കിൽ അന്ന് ഇയാൾ ജാമ്യത്തിലിറങ്ങി പോത്തുണ്ടിയിൽ എത്തിയപ്പോൾ തന്നെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി മുഖവിലേക്കെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷമാണ് ഇയാൾ ഈ കൊടും കുറ്റകൃത്യം ചെയ്തത്. 2 പേരെ, അതായത് നേരത്തെ മാധു പറഞ്ഞതുപോലെ അമ്മ നഷ്ടപ്പെട്ട് നിരാലംബരായ 2 പെൺമക്കൾക്ക് ആകെ ആശ്രയമുണ്ടായിരുന്ന അച്ഛൻ സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്, അത് തടയാൻ വന്ന അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അങ്ങനെ അത്രമേൽ ക്രൂരവും പൈശാചികവുമായ ഒരു കൊലപാതകം ഈ പോലീസിന്റെ ഒരു നിഷ്ക്രിയത്വം കാരണം അവിടെ സംഭവിച്ചു. മാത്രമല്ല ഒരു കൊടും കുറ്റവാളിക്ക് വീണ്ടും ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരു ഉളുപ്പുമില്ലായിരുന്നു, ഒരു അറപ്പുമില്ലായിരുന്നു എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു കൊലപാതകമായിരുന്നു അവിടെ നടന്നത്. അതിനുശേഷം ആ നാട് മുഴുവൻ ഭയശങ്കയിലാകുന്നു. ഇയാളെ പിടികൂടുന്നതിന് നമുക്കറിയാം, അന്ന് ഈ ചെന്താമര എവിടെയാണ് ഉള്ളതെന്ന് അറിയാതെ ഭയശങ്കരായ നാട്ടുകാർ പോലീസിന്റെ സഹായത്തോടെ ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലുകൾക്കൊടുവിലാണ് 2 ദിവസങ്ങൾക്കുള്ളിൽ ഇയാളെ പിടികൂടുന്നത്. അതിനുശേഷവും കോടതിയിൽ ഇയാളെ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയപ്പോഴും പല ഘട്ടങ്ങളിൽ ഇയാൾ കൊലവിളി മുഴക്കുന്നുണ്ട്. ഈ സുധാകരന്റെയും സജിതയുടെ മക്കളായ 2 പേർക്കെതിരെ കൊലവിളി മുഴക്കുന്നുണ്ട്. ഇതിൽ സാക്ഷി പറഞ്ഞ ആളുകൾക്ക് നേരെ വധഭീഷണി മുഴക്കുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ എത്തിയ ശേഷം നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എത്തിയപ്പോഴും ഈ കൊലപാതകങ്ങളിൽ ഒരു പശ്ചാത്താപവും പ്രകടിപ്പിക്കാതെ, താൻ ചെയ്ത കൊടും കുറ്റകൃത്യത്തിൽ ഒരു പശ്ചാത്താപവും പ്രകടിപ്പിക്കാതെ ചെന്താമര മുന്നോട്ട് പോവുകയാണ്. ആ ഭയം ഇപ്പോഴും അവിടുത്തെ ആളുകൾക്കുണ്ട്, നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പലരും ആ നാട് വിട്ട് പുറത്താണ് താമസിക്കുന്നത്. ചെന്താമരയെ എല്ലാ കാലവും ജയിലിലടക്കി അല്ലെങ്കിൽ വധശിക്ഷ നൽകുക, അതല്ല എങ്കിൽ ഈ ഭയത്തിന് ഒരു അറുതി ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. കെ സജീഷും ഒപ്പം ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്.